ശിവഗുരു ശങ്കരാചരണങ്ങൾ ഞാനിതാ കൈതോളും. പൂവിടലും പൂരക്കളിയും മറത്തുകളിയും പൊറാട്ടുമൊക്കെയായി ഉത്തരമലബാറിൽ വീണ്ടും ഒരു പൂരക്കാലം കൂടി വിരുന്നെത്തുന്നു. വസന്തോത്സവത്തിന്റെ വരവറിയിച്ച് നാടെങ്ങും പൂരപ്പൂക്കൾ വിഴി തുറന്നു. വേനൽ ചൂടിൽ നാട് വെന്തുരുകുമ്പോഴും പൂത്തും കായ്ച്ചുമെല്ലാം പ്രകൃതി കണിയൊരുക്കുന്ന കാലമാണ് പൂരക്കാലം. മീനമാസത്തിലെ പൂരം പൂക്കളുടെ കൂടി ഉത്സവമാണ്, പൂവുകളുടെ പുണ്യകാലം. തരുണിയം രുക്മിണിയുടെ വീട്ടിൽ അർദ്ധരാത്രി കന്യകമാർക്ക് കാമദേവ പൂജയ്ക്കായി പറിച്ചെടുക്കാൻ ഇത്തവണ സമൃദ്ധമായി തന്നെ പൂക്കളുണ്ട്. പൂവിട്ട് തുടങ്ങാറായാൽ കുട്ടികൾ പൂക്കൾ തേടിയിറങ്ങും. പെൺകുട്ടികൾക്കൊപ്പം ആൺകുട്ടികളും ഉണ്ടാകും പൂക്കൾ ശേഖരിക്കാൻ. നരയൻ പൂക്കളാണ് പൂരപ്പൂക്കളിൽ പ്രധാനപ്പെട്ടത്. കാവുകളിലും പാതയോരത്തെ മരക്കൂട്ടങ്ങൾക്ക് മുകളിലെല്ലാം നാളുകൾക്ക് മുൻപേ തന്നെ പൂരവരവറിയിച്ച് നരയൻ പൂക്കളുടെ ചന്തം നിറഞ്ഞിരുന്നു. ചെമ്പകം, മുരിക്കിൻപൂ, എരിക്കിൻപൂ, അതിരാണിപ്പൂ തുടങ്ങിയവയാണ് മറ്റു പൂരപ്പൂക്കൾ. മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ 9 ദിവസമാണ് ഏറെ പൊലിമയോടെ പൂരാഘോഷം നടക്കുകയെങ്കിലും ഒരു മാസം കാലം പൂരോത്സവം നടക്കുന്ന പിലിക്കോട് രായരമംഗലം ഭഗവതി ക്ഷേത്രം, ചെറുവത്തൂർ വീരഭദ്ര ക്ഷേത്രം എന്നിവിടങ്ങളിൽ ഉത്സവത്തിന് ബുധനാഴ്ച തുടക്കമാകും. പൂരക്കാലത്ത് പൂക്കും പുതുമണവിയലും പൂക്കൾ പൂന്തന്നലൊപ്പം പൂരിക്കും പാട്ട് വായ്ത്താരികളിലും ഉറവായി നാട്യവേദാന്തസാരം നേരത്രേ മീനമാസം സഹൃദയ ഹൃദയം പൂത്തു നിൽക്കുന്ന കാലം നേരത്രേ എൻ സുഹൃത്തേ ഏതവ വരവതിനാൽ ധന്യമീ വേദി. ഇപ്പോൾ എതിരാളി പണിക്കരെ കണ്ടുമുട്ടുകയും ഈ പൂരോത്സവത്തിന്റെ എല്ലാ സവിശേഷമായ എല്ലാ അംശങ്ങളിലും നമ്മുടെ ചർച്ച വ്യാപിപ്പിക്കുകയും അത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതായ സകല ജനങ്ങളെയും സഹൃദയന്മാരെയും സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ചടങ്ങാണ് പിന്നെ നടക്കാനുള്ളത്. പൂരം അടുത്തെത്തിയതോടെ ഈ വർഷത്തേക്ക് നിശ്ചയിച്ചുറപ്പിച്ച പൂരക്കളി പണിക്കന്മാരെ ക്ഷേത്രങ്ങളിലേക്കും കഴകങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങും ആരംഭിച്ചു കഴിഞ്ഞു. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് പുറപ്പന്തലിലുള്ള പൂരക്കളിയും അടുത്ത ദിവസം തന്നെ ആരംഭിക്കും. ഒരു പിഴ ചെയ്തീരൻ പ്രിയെ ഞാനിന്നിങ്ങനെ ചൊല്ലരൂ, മമ സഖി പാർത്തൻ തന്നോട്